അതുകൊണ്ടാണ് പറഞ്ഞത്. ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞത് തന്നെയാണ് ശരി. ഞാൻ പറയുന്നത് ആ ജാതി എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ കരുതുന്നത് പോലെ ഏതെങ്കിലും ഒരു ജാതിയല്ല, ഇന്ന് നമ്മൾ കരുതുന്ന പോലത്തെ ഒരു മതവുമല്ല. കാരണം സനാതനധർമ്മം എന്ന് പറയുന്നത് ഒരു മതമല്ല. സനാതനധർമ്മം എന്ന് പറയുന്നത് വേദങ്ങളുടെയും ഉപനിഷത്തുക്കളുടെയും അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടിട്ടുള്ള നിരവധി ആചാരങ്ങൾ, വിശ്വാസങ്ങൾ, അതിൻ്റെയെല്ലാം ഭാഗമാണ്. അതിനുശേഷമാണ് ഇന്ന് ഈ ശ്രീനാരായണ ഗുരുദേവൻ്റെ പേര് പറഞ്ഞിട്ട് മുഖ്യമന്ത്രി പറയുന്ന ഈ വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. 3000 കൊല്ലം മുമ്പ് ഈ ജാതിയും ഈ മതവും അല്ല. ശ്രീനാരായണ ഗുരുദേവൻ പറയുന്നത് മനുഷ്യൻ തമ്മിൽ ഭേദമില്ല എന്ന് പറയുമ്പോൾ അത് വേദാന്തമാണ്. അത് മുഖ്യമന്ത്രി പഠിക്കണം, മനസ്സിലാക്കണം. മുഖ്യമന്ത്രി കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ മാത്രം വായിച്ചിട്ട് ശ്രീനാരായണ ഗുരുവിനെ വിലയിരുത്താൻ ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള വിഡ്ഢിത്തരങ്ങൾ പറയും. ആ വിഡ്ഢിത്തരങ്ങൾ ഇനിയും ആവർത്തിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. സനാതനധർമ്മം എന്ന് പറയുമ്പോൾ അത് വർണ്ണാശ്രമ ധർമ്മമാണെന്നും അതിൽ ഓരോ മനുഷ്യരെയും ജാതികളാക്കി തിരിക്കുന്നു, ജാതിയെതിരെ പോരാടിയ ഒരു നവോത്ഥാന നായകനെ എങ്ങനെ ജാതിയുടെ കള്ളിയിൽ ഉൾപ്പെടുത്തുന്നു എന്നാണ്. നിങ്ങളിപ്പോൾ അവസാനം വന്നല്ലേ, ഞാൻ ആദ്യം പറഞ്ഞു ഒന്ന് കേട്ടു നോക്കിയത്. ഞാൻ അതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഈ സച്ചിദാനന്ദ സ്വാമികൾ എന്ന് പറഞ്ഞത് ഹിന്ദുമതത്തിലെ ചില ക്ഷേത്രങ്ങളിൽ കയറുന്നതിൽ ഇപ്പോഴും ചില ആചാരങ്ങൾ നിലനിൽക്കുന്നു. ശക്ത് ഊരാതെ കയറാൻ പാടില്ല. അതിലൊരു മാറ്റം ഉണ്ടാവണം, അങ്ങനെ ഒരു കാലാനുസൃതമായ മാറ്റം ഉണ്ടാവണം. എങ്ങനെയാണ് BJPയുടെ അക്കാര്യത്തിൽ നിലപാട്? അതായത് ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് ശാസ്ത്രീയമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ളൊരു സംവിധാനമാണ് ക്ഷേത്രം. ക്ഷേത്രം അന്ധവിശ്വാസമാണ്. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ പൊളിച്ചു കളയേണ്ടതാണ്, പൊളിച്ച് കപ്പ നടേണ്ടതാണ് എന്ന് പറയുന്ന ആളുകളുടെ വ്യാഖ്യാനമല്ല. ക്ഷേത്രത്തിനൊരു ശാസ്ത്രീയ അടിസ്ഥാനമുണ്ട്. ആ ശാസ്ത്രീയ അടിസ്ഥാനം അറിയുന്ന ആളുകൾ ഇത് സംബന്ധിച്ച് ചർച്ച ചെയ്ത് തീരുമാനമെടുക്കണം. സച്ചിദാനന്ദ സ്വാമി അങ്ങനെ ഒരു അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളാണ് അക്കാര്യത്തിൽ അഭിപ്രായം പറയേണ്ടത്. ഞാൻ അത് പഠിച്ചിട്ടുള്ള ഒരാളല്ല. അതേസമയത്ത് എനിക്കൊരു പൊതുധാരണയുണ്ട് അതിനെ സംബന്ധിച്ച്. പിണറായി വിജയൻ അത് ഉടനെ കയറിയിട്ട് ഏറ്റുപിടിച്ച് ക്ഷേത്രാചാരത്തിനെക്കുറിച്ച് പിണറായി വിജയൻ എന്തിനാ പറയുന്നത്? പൂച്ചക്ക് പുനരുക്കുന്നിടത്ത് എന്താ കാര്യം? പിണറായി വിജയനും ക്ഷേത്രവും തമ്മിൽ എന്ത് ബന്ധം? ക്ഷേത്ര ആചാരവും തമ്മിൽ എന്ത് ബന്ധം? ഗുരുവായൂർ പോയിട്ട് ആ ഇരിക്കുന്ന വെളിച്ചം കാണുന്ന സ്ഥലത്താണോ കൃഷ്ണൻ ഇരിക്കുന്നത് എന്ന് ചോദിക്കുന്ന അപഹാസ്യമായിട്ടുള്ള പ്രസ്താവന നടത്തുന്ന ഒരു മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രി ക്ഷേത്രത്തിനകത്തുള്ള ആചാരത്തെക്കുറിച്ച് കമന്റ് പറയുന്നതിന്റെ അർത്ഥം എന്താ? ക്ഷേത്രത്തിനകത്തുള്ള ആചാരങ്ങൾ ക്ഷേത്രവിശ്വാസികളാണ് തീരുമാനിക്കേണ്ടത്. ക്ഷേത്ര ആചാരങ്ങളെക്കുറിച്ച് അറിവുള്ളവരാണ് തീരുമാനിക്കേണ്ടത്. ക്ഷേത്ര ആചാരങ്ങളെക്കുറിച്ച് പഠിച്ചിട്ടുള്ളവരാണ് തീരുമാനിക്കേണ്ടത്. ക്ഷേത്രാചാരങ്ങളുടെ ശാസ്ത്രീയത എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ടുള്ളവരാണ് തീരുമാനിക്കേണ്ടത്. പിണറായി വിജയൻ രാഷ്ട്രീയ പ്രസംഗം നടക്കുന്ന വേദി പോലെ അതുപോലെ നടത്തുന്ന പ്രസംഗമല്ല ക്ഷേത്രാചാരത്തെ സംബന്ധിച്ചിട്ടുള്ളത്. അത് ബന്ധപ്പെട്ട ആളുകൾ, തന്ത്രിമാർ, ക്ഷേത്ര ആചാരങ്ങളെക്കുറിച്ച് പഠിച്ചിട്ടുള്ള ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ വിളിച്ചു കൂട്ടിയിട്ട് ദേവസ്വം ബോർഡ് ചർച്ച ചെയ്യട്ടെ, എന്നിട്ട് തീരുമാനം എടുക്കട്ടെ. ഇതിലെ പറഞ്ഞൊരു കാര്യം പിണറായി വിജയന്റെ പ്രസംഗമല്ല, സച്ചിദാനന്ദ സ്വാമികളുടെ പ്രസംഗമാണ്. അതിൽ പറയുന്നത് ഈ ഷർട്ടൂരിയിടാൻ പറഞ്ഞത് അത് ബ്രാഹ്മണ്യം കാണിക്കാൻ, പുറത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്, പൂണൂല് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അത്തരം ആചാരങ്ങൾ എനിക്ക് അതിനെക്കുറിച്ച് ഞാനിപ്പോൾ പറയുന്നില്ല. അല്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ക്ഷേത്രാചാരങ്ങളെ കുറിച്ച് പഠിച്ചിട്ടുള്ള ആൾക്കാർ ഒരുമിച്ചിരിക്കട്ടെ. ഇപ്പൊ വ്യാപക പ്രതിഷേധം പിണറായി വിജയന്റെ പാർട്ടിക്കാരല്ലേ പറഞ്ഞത് രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും തെരഞ്ഞെടുത്തത് വയനാട്ടിലെ ഭീകരവാദികളും ഇസ്ലാമിക തീവ്രവാദികളുമാണെന്ന്. ആ പ്രസ്താവന പിൻവലിച്ചോ? അതിനെ MP ഗോവിന്ദൻ ന്യായീകരിച്ചില്ലേ? രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും തെരഞ്ഞെടുത്തത് ഇസ്ലാമിക ഭീകരവാദികളും ഇസ്ലാമിക ശക്തികളുമാണ്. ആ പ്രസ്താവനയുടെ അടിസ്ഥാനം അത് വായിച്ച ആ മന്ത്രി ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ടാവും. ഏതാ ആര്? അല്ല, എനിക്കറിയില്ല. മന്ത്രിയുടെ പ്രസ്താവന ഞാൻ കേട്ടിട്ടില്ല. അതുകൊണ്ട് സംസ്ഥാന BJP നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതായത് വിജയരാഘവൻ പറഞ്ഞത്, വിജയരാഘവന് ഇത് പറയാൻ ഇപ്പോൾ എന്താ അർഹത എന്നുള്ളതാണ്. കാരണം അവരും മദനിക്ക് വേണ്ടി കൂടുന്ന ആൾക്കാരാണ്, ഒരുമിച്ച് പ്രമേയം പാസാക്കിയ ആൾക്കാരാണ്. വിജയരാഘവനാണല്ലോ ഇത് തുടങ്ങി വെച്ചത്. അതുകൊണ്ട് വിജയരാഘവനും പിണറായി വിജയനും VD സതീശനും സുധാകരനും ഇവരുടെ പാർട്ടിക്കാരെല്ലാം എല്ലാവരും ചേർന്നിട്ടാണ് പ്രമേയം പാസാക്കിയത്.
അദ്ദേഹം ബിജെപിയുടെ മന്ത്രിയാണ്. അല്ല അത് തന്നെയെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇതില് മറ്റൊരു കാര്യമുള്ളത്, അതായത് ജമാഅത്തെ ഇസ്ലാമിയോ SDPIയോ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ഒരു കേരളത്തെ പൂർണ്ണമായും അധിക്ഷേപിക്കുന്ന നിലയിലാണ് ഒരു പ്രസ്താവന മന്ത്രിയുടെ ഭാഗത്ത്. ഞാൻ ചോദിക്കട്ടെ, എന്റെ ഇപ്പൊ പ്രശ്നം വിജയരാഘവൻ നടത്തിയ പ്രസ്താവനയിൽ CPM-ന്റെ വ്യക്തത എന്താ ആദ്യം വരുത്തട്ടെ. CPM ആ നിലപാടിനെ കുറിച്ച് എന്താ പറയുന്നത്? നിങ്ങളുടെ ചോദ്യത്തിന് എനിക്ക് എന്റെ മറുപടി പറയാലോ.